മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്വീറ്റാണ്. സേമിയയും അതുപോലെ തന്നെ പാലും വെച്ചിട്ടാണ് അത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഈ മധുരമായിട്ട് പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ 2 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഏകദേശം 1 ലിറ്ററോളം ഉണ്ടാവും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ എടുക്കാം. ഞാനിപ്പോൾ 2 കപ്പിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ ഈ പാല് കൂട്ടുന്നതിനനുസരിച്ച് തന്നെ സേമിയയുടെയും പഞ്ചസാരയുടെയും ഒക്കെ അളവ് കൂട്ടിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇത് തിളച്ച് കുറുകി കിട്ടണം. ഒരു 15-20 മിനിറ്റോളം നമ്മളിത് കുറുക്കിയ ശേഷമാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. മുഴുവനായിട്ടും വറ്റി കിട്ടുന്നതിൻ്റെ മുന്നേ നമ്മളിത് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല മധുരമായിട്ടുള്ള ഒരു പലഹാരമാണിത്. അതുകൊണ്ട് പഞ്ചസാരയുടെ അളവും കുറച്ച് കൂടുതൽ തന്നെ വേണം. എന്നാലാണ് അത് നല്ല സ്വീറ്റായിട്ട് കിട്ടുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ. തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ഇത് കുറുക്കിയെടുക്കരുത്. ഒരു അരമണിക്കൂറോളം വേണം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നെയ്യ് നന്നായിട്ട് അതിലേക്ക് യോജിപ്പായിട്ട് നമുക്ക് കിട്ടണം. എന്നാലാണ് അത് അടുക്കി പിടിക്കാതെ പാൽക്കട്ടി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചാലും നമ്മളെപ്പോഴും ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഏകദേശം ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ സേമിയ തയ്യാറാക്കുമ്പോഴേക്കും ഇത് തണുത്ത് കിട്ടും. ഒന്നും കൂടി ഇത് കട്ടിയായിട്ട് വരും. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സേമിയ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതിന് വേണ്ടി ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് അടി കട്ടിയുള്ള പാത്രം തന്നെ വേണം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചൂടായ ശേഷം 1 കപ്പ് സേമിയ ഇട്ട് കൊടുത്തു. നമ്മൾ 2 കപ്പ് പാലല്ല എടുത്തത്, അതിന് 1 കപ്പ് സേമിയ മതിയാവും. സേമിയ കുറച്ച് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് അധികമായിട്ട് വരുമല്ലോ, വീർത്ത് വരുമല്ലോ. അതുകൊണ്ട് 1 കപ്പ് സേമിയ നന്നായിട്ട് ഗോൾഡൻ കളർ ആവണ വരെ വറുത്തെടുക്കാം. സേമിയ ഇനി കളർ ചേഞ്ച് ഉള്ളത് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ എൻ്റെ അടുത്ത് വൈറ്റ് കളർ ഉള്ളത് കൊണ്ടാണ് ഞാനത് ഗോൾഡൻ കളർ വരെ വറുത്തെടുക്കണത്. സേമിയ വറക്കണമെന്നേ ഉള്ളൂ. അതിലേക്ക് വറുത്ത് കഴിഞ്ഞപ്പോൾ 2 കപ്പ് നമ്മൾ ഏത് പാത്രത്തിനാണോ സേമിയ എടുത്തത് അതിന് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതിൽ കിടന്ന് വേവട്ടെ. ഇളക്കി കൊടുത്ത് ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. സേമിയ നന്നായി വെന്ത് കിട്ടണം. ഏകദേശം ഇത് നന്നായിട്ട് തിളച്ച് തന്നെ വരുന്നുണ്ട്. അത് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും മതി. ലോ ഫ്ലെയിമിൽ നിന്ന് കുറച്ച് കൂട്ടി വയ്ക്കാം. എന്നാലും അത് വെന്ത് കിട്ടും. ഇനി അടച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെയും വേവിക്കാം. ഞാൻ പക്ഷേ അടച്ച് കൊടുത്തില്ല. അത് അടച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെള്ളം തിളച്ച് പൊങ്ങി വരും. അതുകൊണ്ട് അടയ്ക്കാതെ തന്നെയാണ് ഞാനത് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഈ വെള്ളം നമുക്ക് ഇതിലൊഴിച്ച വെള്ളം വറ്റി കിട്ടുകയും വേണം. അതുകൊണ്ട് അടച്ച് വെച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഒരു 10-15 മിനിറ്റ് നേരം ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് വെന്ത് കിട്ടിയതാണിത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മൾ പാലിൽ ചേർത്ത പോലെ തന്നെ ഇതിലും പാകത്തിന് നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതുപോലെ ചേർത്ത് കൊടുക്കണം. ഇത് നല്ല മധുരമുള്ളൊരു സ്വീറ്റാണ്. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഏകദേശം അതേ കപ്പിൽ തന്നെ ഞാൻ പാലിന് ചേർത്ത് കൊടുത്ത അതേ കപ്പിന് തന്നെയാണ് പഞ്ചസാര എടുത്തിരുന്നത്. ഒരു 1/4 കപ്പോളം അതും ചേർത്ത് കൊടുത്തു. ആ പഞ്ചസാര നന്നായി അലിഞ്ഞ് ചേർന്ന ശേഷം ഒരു ലേശം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളറിന് റെഡ് കളറാണോ നമ്മുടെ അടുത്തുള്ള വെച്ചാൽ അതും ചേർത്ത് കൊടുക്കാതെ ഏത് കളർ വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിന് ഇല്ലാതെയും അത് ഉണ്ടാക്കിയെടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ നെയ്യ് ഇതിലും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഒന്നും കൂടി ആ വെള്ളം മുഴുവനായിട്ടും
വറ്റി കിട്ടണം. പഞ്ചസാരയുടെയും നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും എല്ലാം കൂടി ഒന്ന് വറ്റി നല്ലൊരു കുറുകിയ മാതിരി വേണം ഇതും ഉണ്ടാക്കിയെടുക്കാൻ. സേമിയ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം, എന്നാലും നമുക്കതിൻ്റെ സേമിയ മുഴുവനായിട്ടുള്ളത് ഉണ്ടാവും. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം കൂടി ഇത് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ചൂടോടെ ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഞാനൊരു ചതുരത്തിലുള്ള ഒരു സ്വീറ്റിൻ്റെ ബോക്സ് തന്നെയാണ് എടുത്തത്. അതിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അടിയിൽ മാത്രമല്ല മുഴുവൻ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ചത്. പിന്നീട് ഒരു ലെയർ നമുക്ക് ആ സേമിയ കുറച്ച് കട്ടിയിൽ തന്നെ അടിയിൽ പരത്തി കൊടുക്കാം. സേമിയയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്, കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് ഡബിളായിട്ട് വരും നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇത് ഒരുപോലെ നമ്മൾ സ്പൂണ് വെച്ചിട്ട് അത് അതിൻ്റെ ഷേപ്പ് ആക്കണം നമ്മളെടുത്ത പാത്രത്തിൻ്റെ. അത് നമ്മളെടുത്ത് ഏത് പാത്രമാണ് ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ഷേപ്പ് ചെയ്താൽ മതി. ഏകദേശം ഒന്നാമത്തെ ലെയർ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പാൽ കട്ടിയാക്കി എടുത്തത് അതും ഒരു ലെയർ വയ്ക്കാം. ഒരു ലെയർ വെച്ചാൽ മതി. അത് മരത്തിൻ്റെ ഈ തവി കൊണ്ട് നമുക്ക് പരത്താൻ കുറച്ച് കഷ്ടമാണെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് അത് ഒരുപോലെ ഒരേ കനത്തിൽ പരത്തി കൊടുക്കാം. നമ്മൾ 2 കപ്പ് പാലെടുത്തതിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒരു ലെയർ ചെയ്ത് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അത്രയും മതി. ഇതും ആ ഷേപ്പിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമുക്ക് ബാക്കി വന്നിട്ടുള്ള സേമിയ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറും കൂടി വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് നമുക്കിതിൽ വെച്ച് കൊടുക്കാതെ മുകൾ ഭാഗത്ത് ഇതിന് ഇത്ര കനം വേണമെന്നൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഒരേപോലെ പരത്തി സ്പൂണ് വെച്ചിട്ട് അത് ലെവൽ ചെയ്തിട്ട് വേണം ചെയ്യാൻ. പിന്നീട് ഞാൻ ഇതിൻ്റെ മീതെയായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, ഞാൻ കയ്യിലുള്ളത് കൊണ്ട് മാത്രം കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് ഇതിൻ്റെ മീതെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചാലും മതി. നെയ്യിൽ വറുത്തെടുത്തതായിരുന്നു ഇത്. അതാണ് ഞാനിതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഇനി കട്ട് ചെയ്തതിൻ്റെ ശേഷം ഓരോന്നും വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. ഇനി ഇതൊരു 3-4 മണിക്കൂർ നേരം റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരിക്കട്ടെ, തണുക്കണം. അത് 4 മണിക്കൂറിന് ശേഷം ഞാനത് പുറത്തേക്ക് മാറ്റി. ഈ ബട്ടർ പേപ്പർ ആയതുകൊണ്ട് നമുക്കത് ഇളകി കിട്ടാനൊന്നും പ്രയാസമില്ല. ഇനിയിപ്പോൾ ഈ ബട്ടർ പേപ്പർ നമ്മുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ തടവി കൊടുത്തിട്ട് ആ പാത്രത്തിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്താലും മതി. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടാണ് ഇത് കിട്ടുക. ഇതുപോലെ മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പ് വേണോ അതുപോലെ മുറിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഇതുപോലെയാണ് സ്ക്വയറായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. കണ്ടോ, നടുക്ക് നമുക്ക് ആ പാൽക്കോവയുടെ ലെയറുണ്ട്. 2 മുകളിലും താഴെയായിട്ട് സേമിയയുടെ ഉണ്ട്. നല്ല ടേസ്റ്റാണത്. കൂടുതൽ നമുക്കിതിനിപ്പോൾ സാധനങ്ങളൊന്നും വേണ്ട. പാല് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ് വേണ്ടിയത്. എല്ലാവരും ഇതുപോലെ ടൈം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.